ശ്രീനാരായണ ഗുരുദേവന്റെ പാദസ്പർശത്താൽ അനുഗ്രഹീതമാണ് കോഴിക്കോട് അത്താണിക്കലിലെ ശ്രീനാരായണ ഗുരുവരാശ്രമം. ഗുരുദേവന്റെ പൂജാമന്ത്രങ്ങളാൽ മുഖരിതമായ ആശ്രമം ജാതി മത ചിന്തകൾക്ക് അതീതമായി വിശ്വാസികളുടെ ആത്മീയ കേന്ദ്രമാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. ഗുരുദേവന്റെ സന്ദേശങ്ങളും വചനങ്ങളും ശാന്തി മന്ത്രമായി തങ്ങി നിൽക്കുന്ന ആശ്രമം വിശ്വാസികളുടെ അഭയസ്ഥാനം കൂടിയാണ്. ഗുരുവിന്റെ പ്രിയ ശിഷ്യനായ ശ്രീനാരായണ ചൈതന്യസ്വാമിയാണ് ആശ്രമം സ്ഥാപിച്ചത്. ചൈതന്യസ്വാമി സ്ഥാപിച്ച സംഘടനയായ വരയ്ക്കൽ ഹിന്ദു ദേശസഭയാണ് 1918 ഇതിന് നേതൃത്വം നൽകിയത്. ശ്രീകണ്ഠേശ്വര ക്ഷേത്ര സന്ദർശന സമയത്താണ് ആശ്രമത്തിൽ ഗുരുദേവന്റെ പാദസ്പർശം പതിഞ്ഞത്. 1968 ആശ്രമം കമ്മിറ്റിക്ക് ആശ്രമം നടത്തിക്കൊണ്ടുപോകാൻ സാധിക്കാത്ത സാഹചര്യത്തിലാണ് SNDP യോഗം കോഴിക്കോട് യൂണിയൻ ഈ ഒരു ആശ്രമം ദാനമായിട്ട് നൽകിയിട്ടുള്ളത്. ചൈതന്യസ്വാമികളുടെ മഹാസമാധി 1952 നടന്നത്. സമാധിക്ക് ശേഷമാണ് ആശ്രമ പ്രവർത്തനങ്ങൾ മന്ദീഭവിച്ച് ആശ്രമം കമ്മിറ്റി SNDP യൂണിയന് ഈ ഒരു സ്ഥാപനം നൽകിയത്. ഈ ഒരു ആശ്രമം മലബാറിലെ തന്നെ വലിയൊരു ശ്രീനാരായണ ഭക്തരുടെ ആത്മീയ തലസ്ഥാനമായി മാറുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിപുലമായ താമസ സൗകര്യങ്ങൾ, അന്നദാന മണ്ഡപം, ഓഡിറ്റോറിയം എന്നിവയെല്ലാം ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഘട്ടം ഘട്ടമായി നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കോഴിക്കോട് യൂണിയൻ തീരുമാനിച്ചിട്ടുണ്ട്. ഗുരുദേവന്റെ പൂജാമന്ത്രങ്ങൾ ചൈതന്യസ്വാമി രചിച്ചത് ആശ്രമത്തിൽ വെച്ചാണ്. ചൈതന്യസ്വാമിയുടെയും ശാരദാദേവിയുടെയും പ്രതിഷ്ഠയുള്ള മലബാറിലെ ഏക ക്ഷേത്രം എന്ന സവിശേഷതയും ആശ്രമത്തിനുണ്ട്. വെള്ളി വിഗ്രഹമുള്ള ഒരേയൊരു ക്ഷേത്രം എന്ന പ്രത്യേകതയുമുണ്ട്. നിത്യപൂജാ ചടങ്ങുകളിൽ നൂറുകണക്കിന് വിശ്വാസികളാണ് ദിവസവും പങ്കെടുക്കുന്നത്. ആശ്രമത്തിന്റെ ഭാഗമായി ഒരു വിദ്യാലയവും നാടിന് അറിവിന്റെ വെളിച്ചം പകരുകയാണ്. ജനം, കോഴിക്കോട്.